ഹലോ, വെൽക്കം ബാക്ക് ടു രേഷ്മ ജർമ്മൻ വൈബ്സ്. ഞാൻ മുന്നേക്ക് ഈ നഴ്സസിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യമാണ് എന്താണ് ശരിക്കും ജർമ്മനിയിൽ ഒരു നഴ്സിൻ്റെ ഡ്യൂട്ടി, പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നതാണോ നല്ലത്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണോ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി കോൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സ്ഥലത്തും വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇവിടെ ഓൾഡ് ഏജ് ഹോമിനെ പറയുന്ന പേര് ആൾട്ടൻഹൈം എന്നാണ് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്തത് ഓബർഹൗസനിലെ ആൾട്ടൻഹൈമിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ ശരിക്കും ഞാൻ വന്ന സമയത്തായിരുന്നു അവിടെ വർക്ക് ചെയ്തത്. അവിടെ ഞാൻ അസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്ലീഗെ ഫാക്രാഫ്റ്റ് ആയിട്ട് അത് കഴിഞ്ഞതിന് ശേഷവും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ലൈസൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷവും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ ശരിക്കും ഓൾഡ് ഏജ് ഹോമിൽ അസിസ്റ്റൻറ്റിനും ഞാൻ മനസ്സിലാക്കിയത്തോളം അസിസ്റ്റൻറ്റിനും ഒരു രജിസ്റ്റേർഡ് നഴ്സിനും ഒക്കെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ജോലി കംപ്ലീറ്റ് മെയിനായിട്ടും ഓൾഡ് ഏജ് ഹോമിലുള്ള പണി എന്ന് പറയുന്നത് ബേസിക് കെയർ മാത്രമാണ്, ഗ്രൂൺ ഫ്ലീഗെ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ ഒന്ന് ഫോർമുലേറ്റും ചെയ്ത് വെക്കാനുണ്ടാവും, പ്രിപ്പയർ ചെയ്ത് വെക്കാനുണ്ടാവും. കാര്യം 1 വീക്കിലേക്ക് അത് ഹോസ്പിറ്റലിലേക്കായിരുന്നാലും ഓൾഡ് ഏജ് ഹോമിലേക്കായിരുന്നാലും സെയിം തന്നെയാണ്. 1 വീക്കിലേക്ക് നമ്മൾ മെഡിസിൻസ് ഒക്കെ ഫോർമുലേറ്റും ചെയ്ത് വെക്കും. അതല്ലാതെ ഓൾഡ് ഏജ് ഹോമിൽ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നത് പോലെ ഇൻഫ്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുക, ഡെയിലി മെഡിസിൻസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓൾഡ് ഏജ് ഹോമിലത്തെ അങ്ങനത്തെ പണിയൊന്നും വരുന്നില്ല. ഓൾഡ് ഏജ് ഹോമിൽ അതായത് ആൾട്ടൻഹൈമിൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 6:10-നാണ്. 6:10 പഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ഊബർഗാബിക്ക് നൈറ്റ് കയറി നമുക്ക് ഊബർഗാബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഊബർഗാബി എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവറാണ്. ഹാൻഡ് ഓവർ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് വൈസ് നമുക്കിങ്ങനെ ഹാൻഡ് ഓവർ കിട്ടും. ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് പേഷ്യൻസിനെയൊക്കെ അതായത് നമുക്കിപ്പം ഓൾഡ് ഏജ് ഹോമിലാകുമ്പം സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുന്ന പേഷ്യൻസ് തന്നെ ആയിരിക്കും. നമുക്ക് പേഷ്യൻസിനെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ട് വളരെ വിശദീകരിച്ചുള്ള ഊബർഗാബിയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാൻഡ് ഓവർ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരും. അതായത് നമുക്ക് ശരിക്കും ഓൾഡ് ഏജ് ഹോമിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു വോൺബറൈഷ് ലൈറ്റും ഉണ്ടാവും. അതാണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്. വോൺബറൈഷ് ലൈറ്റുങ്, പിന്നെ ഫ്ലീഗെ ഫാക്രാഫ്റ്റ്, അത് കഴിഞ്ഞ് ഫ്ലീഗെ അസിസ്റ്റൻറ്റിന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂളർമാരൊക്കെ ഉണ്ടാവും, അതായത് സ്റ്റുഡൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ക്യൂഷെ ഹെൽപ്പർമാരുണ്ടാവും. അങ്ങനെയാണ് ഒരു ദിവസത്തെ മിക്കവാറും ദിവസവും ഇത്രയും പേരൊന്നും ഡ്യൂട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയാണ് ഒരു ഡ്യൂട്ടിയിൽ ഇത്രയും ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് ഈ വോൺബറൈഷ് ലൈറ്റുങ് നമുക്ക് പേഷ്യൻസിനെയൊക്കെ ഡിവൈഡ് ചെയ്ത് തരും. ഒരു പേഷ്യൻറ്റിനെ ഒരു ഫാക്രാഫ്റ്റിനെ കോംപ്ലക്റ്റ് ഫ്ലീഗ ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയായിരുന്നാലും ഒരു 5 പേഷ്യൻസിനെ കിട്ടും. പിന്നെ ഫിറ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ്, ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻ്റ്, അതായത് ഗ്രൂൺ ഫ്ലീഗയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ഫ്ലീഗ മീൻസ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ്, അത് ബെഡഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. പിന്നെ ബെഡിൽ വാഷ് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവും. അത് ബാത്റൂമിൽ കൊണ്ടുപോയി ജസ്റ്റ് ഹെൽപ്പ് മാത്രം മതി അതിൻ്റെ ആവശ്യമുള്ള പേഷ്യൻസും ഉണ്ടാവും. സ്വയമായിട്ട് പേഷ്യൻസ് കാര്യങ്ങൾ ചെയ്യുന്ന പേഷ്യൻസും ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് പേഷ്യൻസിനെ കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് പേഷ്യൻസ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫ്ലീഗ ചെയ്ത് കഴിയണം. കൂടുതലും നമുക്ക് ഇപ്പം ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആകുമ്പോൾ പേഷ്യൻസിനെ എപ്പോഴും നമുക്ക് ബെഡിൽ തന്നെ കിടത്തിയേക്കാൻ പറ്റത്തില്ല. ഇടം പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും പേഷ്യൻറ്റിനെ ബെഡിൽ തന്നെ കിടത്താം. എല്ലാ ദിവസവും പേഷ്യൻറ്റിനെ കിടത്തുന്നില്ലല്ലോ. പേഷ്യൻസിന് നമുക്ക് വീൽ ചെയറിലോട്ടേക്ക് മാറ്റിയിരുത്തേണ്ടി വരും. മാറ്റിയൊക്കെ ഇരുത്തി അവരെ നേരെ ക്യൂഷയിലോട്ട് കൊണ്ടുവരിക. ക്യൂഷയിലെ ആൾക്കാർ ചിലപ്പം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സമയത്ത് മിക്കവാറും ദിവസവും ക്യൂഷേ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. കാര്യം ലാംഗ്വേജ് ഒന്നും വലുതായിട്ട് അറിയത്തില്ല.
അപ്പോൾ ക്യൂഷയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ സ്ഥലത്ത് എല്ലാവർക്കും ഫ്ലീഗേജ് ചെയ്യാനൊക്കെയാണ് താല്പര്യം. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന ഹൗസ് ലാൻഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ക്യൂഷേ പണി ചെയ്തുകൊള്ളും. ഞങ്ങൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ എത്ര വലിയ നേഴ്സായിരുന്നു, നമ്മൾ എന്താ ഏത് സ്ഥലത്ത് പഠിച്ചു എന്നുള്ളതല്ല കാര്യം. നമ്മൾ പുറത്ത് വരുമ്പോഴത്തേനും ഇവിടുത്തെ പുതിയ ആൾക്കാരാണ്, ഇവിടുത്തെ ഭാഷ അറിഞ്ഞിടാത്തവരാണ്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് സർവൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വന്ന സമയത്ത് കംപ്ലീറ്റ് ക്യൂഷേ പണിയായിരുന്നു. ക്യൂഷ എന്ന് വെച്ചാൽ കിച്ചൺ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കും പോലെ പാത്രം കഴുകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പേഷ്യൻസിന് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ബ്രോഡ്ഷീർ ഉണ്ടാവും. ഇവിടുത്തെ മെയിൻ ഇതാണ് ആഹാരമാണ് ബ്രോഡ്ഷീർ. രാവിലെ ഫ്രൂട്ട് സ്റ്റൂക്ക് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ബ്രോഡ്ഷീനായിരിക്കും. ബ്രോഡ്ഷീനും മർമലാടയും ബട്ടറും ഒക്കെ അവരൊക്കെ ഒന്ന് സ്മീറും ചെയ്ത് പുരട്ടിയൊക്കെ കൊടുക്കുക, അവരെ കഴിപ്പിക്കുക. ഇതൊക്കെയാണ് ക്യൂഷ നിൽക്കുന്ന ആളുടെ ഡ്യൂട്ടി. അപ്പോൾ അവർ 8 മണിയാക്കുമ്പോഴത്തേനും ഗ്രൂൺ ഫ്ലീഗ് കഴിഞ്ഞ് കൊണ്ടുവരും. പിന്നെ ഈ ഗ്രൂൺ ഫ്ലീഗ് ബേസിക് ബെഡ് ആൻഡ് കെയറിൽ പേഷ്യൻസിനെ എല്ലാ ദിവസവും നമ്മൾ ബാത്ത് ചെയ്യും. അതായത് കുളിപ്പിക്കൂല. ഇവിടെ കുളിപ്പിക്കുന്നത് ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്നല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ ഷൂസെല്ല് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അതിവിടെ അതിന് പറയുന്നത് വാഷ്ലാപ്പൻ എന്ന് പറയും. അതായത് ഒരു കൈ ഉറ പോലത്തെ ഒരു മെറ്റീരിയലാണ്, ഒരു തുണിയാണ്. അതിൽ വെള്ളം മുക്കുക, പിഴിയുക, പേഷ്യൻസ് കംപ്ലീറ്റ് തുടയ്ക്കുക, കംപ്ലീറ്റ് വാഷ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വൃത്തിയുള്ളൊരു ടവൽ വെച്ചിട്ട് കംപ്ലീറ്റ് തുടയ്ക്കുക. ഇതാണ് ഇവിടുത്തെ രാവിലെയുള്ള ബേസിക് കെയർ. പിന്നെ പാമ്പർ മാറ്റി വെച്ചെടുക്കുക. മിക്ക പേഷ്യൻസും അവർ ബാത്റൂം പോയിട്ടുണ്ടാവും, അതായത് സ്റ്റൂൾ ഗാങ് ചെയ്തിട്ടുണ്ടാവും, വയറ്റിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യുക, പാമ്പർ പുതിയത് വയ്ക്കുക, പേഷ്യൻസിനെ വീൽ ചെയറിലോട്ട് മാറ്റുക, ക്യൂഷയിലോട്ട് കൊണ്ടുപോവുക. പിന്നെ തീരെ നമുക്ക് കോമയിലോട്ട് കിടക്കുന്ന പേഷ്യൻസ്, അതായത് തീരെ കോമ സ്റ്റേജ് കിടക്കുന്ന പേഷ്യൻസിനെ മാത്രമേ നമ്മൾ ബെഡിൽ നിന്നും മാറ്റാതെ ഉള്ളൂ. ബാക്കി എല്ലാ പേഷ്യൻസിനെയും മിക്കവാറും പേഷ്യൻസിനെയൊക്കെ നമ്മൾ വീൽ ചെയറിലോട്ട് എടുത്തിരുത്തേണ്ടി വരും. ഓൾഡ് ഏജ് ഹോമിലെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് തന്നെയാണ്. എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ലിഫ്റ്റർ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടത്. ലിഫ്റ്റർ മീൻസ് പേഷ്യൻസിനെ ലിഫ്റ്റ് ചെയ്ത് ഒരു മിഷന്റെ സഹായത്തോടെ എടുത്ത് വെക്കുന്നത്. അത് എല്ലാം ഞാൻ വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഇറങ്ങാൻ സമയപ്പത്തേനാണ് ലിഫ്റ്ററൊക്കെ എത്തിയത്. അതുവരെ ഞങ്ങൾ ഹെൽപ്പ്, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊളീഗൻസിനൊക്കെ വിളിച്ചാൽ എല്ലാവർക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യും. ചില സമയം വീക്കെൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്കവാറും 3 പേരൊക്കെ ഡ്യൂട്ടിക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം മിക്കവാറും ചിലപ്പോൾ അത്യാവശ്യം എടുത്തിരുത്തേണ്ട പേഷ്യൻസിനെ മാത്രമേ നമ്മൾ വീൽ ചെയറിലോട്ട് മാറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും പേഷ്യൻസിനെ എല്ലാവരെയും ക്യൂഷയിലോട്ട് കൊണ്ടുവരും. പേഷ്യൻസിനെ ഫുഡ് കൊടുക്കും. ക്യൂഷയിൽ നിൽക്കുന്ന ആളെല്ലാവർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും ക്യൂഷേ ഹെൽപ്പർ വേണമെന്നില്ല, നമ്മൾ തന്നെയാണ് പണി മൊത്തം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പേഷ്യൻസ് ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്ന പേഷ്യൻ്റെ ഫുഡ് ഒറ്റയ്ക്ക് കൊടുക്കും. അല്ലാത്ത പേഷ്യൻ്റ് നമ്മൾ അൻഡ്രേഷൻ ചെയ്യണം. അൻഡ്രേഷൻ ചെയ്ത് വെച്ച് വാരി കൊടുക്കുക. ഫോർമുലേറ്റം ചെയ്ത് വെച്ച സാധനം അവർക്കൊന്ന് സ്പൂണ് കൊണ്ട് അവർക്ക് വാരി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ ദിവസവും നമുക്കൊരു അരമണിക്കൂറത്തെ ബ്രേക്ക് ഉണ്ട്, പൗസ് എന്ന് പറയും. ഓരോരുത്തരായിട്ട് ബ്രേക്കിന് പോകും. അത് നമ്മുടെ വൺബ്രേഷ് ലൈറ്റ് തന്നെ പറയും, നമ്മളടുത്ത് വന്നിട്ട് ബ്രേക്കിന് പൊക്കോളാൻ പറയും. ബ്രേക്കിന് പോയിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂറത്തെ ബ്രേക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് മിറ്റാഗസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ ഫ്ലീഗെ കഴിഞ്ഞ ശേഷം ഒരു ഫ്ലീഗെ വാഗൻ കൊണ്ടാ പോകണം. ഫ്ലീഗെ വാഗൻ മീൻസ് ഫ്ലീഗെ ഈ പേഷ്യൻസിന് തുടയ്ക്കേണ്ട ടവലും പിന്നെ വാഷ്ലാപ്പനും ഇന്റർലാഗനും ഇതെല്ലാം ഒക്കെ ഉള്ളൊരു വാഗനാണ്, ഒരു ചെറിയൊരു വണ്ടി. ഈ വണ്ടിക്കകത്ത് എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ പിന്നെ നിറയ്ക്കണം. അത് നിറച്ച് വയ്ക്കുക. ബ്രേക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ പണികളൊക്കെയാണ്. ഇതൊക്കെ നിറച്ച് വയ്ക്കും. നിറച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആവുന്ന ഒരു 12 മണിക്കാണ് അടുത്ത മിറ്റാഗസിൻ്റെ ടൈം, ലഞ്ചിൻ്റെ ടൈം. അപ്പോഴത്തേനും കുറച്ച് പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളൊന്ന് തുടച്ചൊക്കെ വെക്കുക. പിന്നെ ഇതൊക്കെയാണ് ഓൾഡ് ഏജ് ഹോമിലെ പണി ശരിക്കും. പിന്നെ മിറ്റാഗസിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ സ്പൂണ്, മെസറ്, ഗാബല് അതൊക്കെ വെച്ചിട്ടല്ലേ ഫുഡ് കഴിക്കുന്നത്. അതൊക്കെ ഒന്ന് ഡിഷിൽ ടേബിളിലൊക്കെ ഒന്ന് അടുക്കിയൊക്കെ വെക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 11 മണിയാവും. 11 മണിയാകുമ്പോഴത്തേനും ഈ ഇരിക്കുന്ന പേഷ്യൻസിനൊക്കെ രാവിലെ ഫ്ലീഗേ ചെയ്തിട്ട് എടുത്ത് ഇറക്കിയിരുത്തിയവരായിരിക്കും നമ്മൾ. അവരൊക്കെ ഓൾറെഡി അവർ യൂറിൻ പാസ് ചെയ്തൊക്കെ സെറ്റായിരിപ്പുണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ക്യൂഷയിലോട്ട് കൊണ്ടുവരിക. മിറ്റാഗസം കഴിക്കും. ഇതുപോലെ തന്നെയാണ് മിറ്റാഗസം സ്വയമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കും. മിറ്റാഗസം ഫെറ്റാൽ എല്ലാവർക്കും ഒന്ന് വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്വയമായിട്ട് കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസിനെ നമ്മൾ അൺറേഷൻ ചെയ്ത് കൊടുക്കുക, വാരി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻസിനെ
തിരിച്ച് മുറി റൂമിലോട്ട് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ഇപ്പോൾ ക്യൂഷൻ നിൽക്കുന്ന ആളിനെ എല്ലാം ചെയ്യണമെന്നില്ല, നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. മിറ്റാഗസം കഴിഞ്ഞാൽ ഒരുപാട് പ്ലേറ്റുകൾ ഉണ്ടാവില്ല. അത് ഇപ്പം ഞങ്ങളെ സ്റ്റാഫ് സോണിൽ തന്നെ 10-35 പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 35 പേർക്കും മിറ്റാഗസിനെ കൊടുത്തു വരുമ്പോഴത്തേനും ഒരുപാട് ടൈം എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും പേഷ്യൻസിനെ നേരെ ബെഡിലോട്ടേക്ക് മാറ്റും. ബെഡിൽ കൊണ്ടുപോയി ഒന്നേന്നും അടുത്ത ഷിഫ്റ്റുകാർക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ ഒന്നേന്നും പാമ്പർ വെക്സൽ ചെയ്യും. കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ പോയി ചെന്ന് പൊസിഷൻ വെക്സൽ ചെയ്യണം, പൊസിഷൻ ചേഞ്ച് ചെയ്യും. 2 hours കുടുംബത്തിന് നമ്മൾ 11 മണിക്ക് ബെഡിൽ നിന്ന് വെളിയിറക്കാത്ത പേഷ്യൻസിന് നമ്മൾ നോക്കും, പോയി ചെന്ന് പൊസിഷൻ ഒക്കെ വെക്സൽ ചെയ്യും. 1 മണി 1:30 ആകുമ്പോഴത്തേനും അടുത്ത നെക്സ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഹാൻഡ് ഓവർ കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ട് ഈ പേഷ്യൻസിൻ്റെ തുണിയൊക്കെ അലക്കി വരുന്നുണ്ടാവും താഴേന്നും, അതായത് കല്ലറിൽ നിന്ന് തുണിയൊക്കെ അലക്കി മുകളിലോട്ട് കയറ്റി അവർ കൊണ്ടുവരും. അതിനെയൊക്കെ എടുത്ത് ഓരോരുത്തർ റൂമിലൊക്കെ കൊണ്ടുവെക്കുക. അങ്ങനത്തെ പണികളൊക്കെയാണ് ശരിക്കും ഓൾഡ് ഏജ് ഹോമിൽ. അതല്ലാതെ വോൺബ്രേഷ് ലൈറ്റോങ്ങിനും ഫ്ലീഗെ ഫാക്രാഫ്റ്റിനും ഇതിപ്പോൾ അസിസ്റ്റന്റിന്റെ പണിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഫ്ലീഗെ ഫാക്രാഫ്റ്റും ഇതേ പണി തന്നെയാണ്. ഞങ്ങളവിടെ ഒരു ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ ഫ്ലീഗെ ഫാക്രാഫ്റ്റാണ്, അസിസ്റ്റന്റ് ആണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് വോൺബ്രേഷ് ലൈറ്റോങ്ങിന് മാത്രം. വോൺബ്രേഷ് ലൈറ്റോങ്ങിന് 1-2 ഫ്ലീഗെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റേഷൻ ചെയ്യാനുണ്ടാവും. അതായത് എല്ലാ പേഷ്യൻസും നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യാം. പിന്നെ ക്യൂഷയിൽ പേഷ്യൻസ് ഫുഡ് കഴിച്ചോ വെള്ളം കുടിച്ചോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാനുണ്ടാവും. പേഷ്യൻ്റെ ബേസിക് കെയർ കൊടുത്തിട്ടുള്ള കാര്യം, കൊടുത്ത സമയത്ത് എന്തെങ്കിലും പേഷ്യൻസ് ഡെക്യുപിറ്റസ് ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ നമ്മളെല്ലാം എൻ്റർ ചെയ്യുക. പിന്നെ ഇനി അതല്ലാതെ ഫ്ലീഗെ ഫാക്രാഫ്റ്റിൻ്റെ, അതായത് ഒരു രജിസ്റ്റേർഡ് നഴ്സിൻ്റെ പണി എന്ന് പറഞ്ഞാൽ, ഇനി എന്തെങ്കിലും ഇൻ കേസ് നമുക്കൊരു എമർജൻസി വരുവാണെങ്കിൽ പേഷ്യൻസിനെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ക്രാഗൻ ഭാഗം വിളിക്കുക, ആംബുലൻസ് വിളിക്കുക, അവരുടെ അൻഗഹോറികനെ വെച്ചാൽ റിലേറ്റീവ്സിനെ അറിയിക്കുക, പിന്നെ അവരുടെ ഹൗസ് ആർട്സിനെ അറിയിക്കുക, അതായത് അവരുടെ ഫാമിലി ഡോക്ടറിനെ അറിയിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്കവിടെ ഒരു എമർജൻസി ഒക്കെ നമുക്കവിടെ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ വിളിക്കുക, അവിടെ നിന്ന് വണ്ടി വരും, പേഷ്യൻസിനെ സെൻഡ് ചെയ്യുക. അപ്പോഴത്തേനും ഒരു പേഷ്യൻറ്റിനെ സെൻഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ് ആ പേഷ്യനെ പറ്റി എന്താണ് നടന്നത് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ഹാൻഡ് ഓവർ കൊടുക്കേണ്ടി വരും. പിന്നെ അല്ലാതെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് BTM എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മുടെ കൺട്രോളിലായിരിക്കേണ്ട കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. അതായത് മോർഫിൻ പോലത്തെ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ അത് കൺട്രോൾ ചെയ്യുക. പിന്നെ ഒരാഴ്ചത്തേക്കായിരിക്കും നമുക്ക് മെഡിസിൻ എടുത്ത് വെക്കേണ്ടത്. അതെടുത്ത് വെക്കുന്നത് ഒന്നിൽ വോൺബ്രേഷ് ലൈറ്റോങ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലീഗെ ഫാക്രാഫ്റ്റ് ആയിരിക്കും, രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും. അത് ആഴ്ചയിൽ ഇപ്പം ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. ആ ദിവസം ഈ ഫ്ലീഗെ ഫാക്രാഫ്റ്റ് ഒരു ഫ്ലീഗെ എന്തെങ്കിലും ചെയ്ത് ഒരു പേഷ്യൻസിന് ബേസിക് കെയർ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അവർ കംപ്ലീറ്റ് മെഡിസിൻ എടുത്ത് വെക്കാൻ വേണ്ടി പോകും. ഇത്രയാണ് ശരിക്കും ഒരു ഹൈമിലുള്ള, അതായത് ഒരു ഓൾഡ് ഏജ് ഹോമിലുള്ള ഒരു നഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള. ഇപ്പം നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ എന്തായാലും ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ഒക്കെ നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ അനാർക്കിനും കഴിയുന്നവർ നമ്മുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് ഒരു ഞാൻ വർക്ക് ചെയ്ത ഹൈമിൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം 1.5 വർഷം ഞാൻ ആ ഹൈമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം, അതായത് ഞങ്ങൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു പണി ഇങ്ങനെ ഇതിങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് തോന്നും, കാര്യം നമ്മുടെ നാട്ടിൽ ഇതല്ലല്ലോ നമ്മുടെ ജോലിയായിരുന്നത്. നമുക്ക് എന്നും പേഷ്യന്റിന് കൊടുക്കുക, തുടപ്പിക്കുക, കുളിപ്പിക്കുക, അപ്പി വാരുക, പിന്നെ ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ ക്യൂഷ പണി ചെയ്യുക, ഇതിനല്ലല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തായാലും മാറാം എന്നൊക്കെ ഒരു ഇതൊക്കെ വരും. അങ്ങനെ അന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന 2-3 പേരെല്ലാവരും കൂടെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ കിട്ടി. ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറി. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണ്. ഇനി ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിൻ്റെ ഡ്യൂട്ടിയെ പറ്റി പറയാം. ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ 8 മണിക്കൂറത്തെ ഡ്യൂട്ടിയാണുള്ളത്. 6:10 ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. 2:22 ആകുമ്പോഴത്തേനും ഡ്യൂട്ടി അവസാനിക്കും. ഒരു 1/2 മണിക്കൂറത്തെ ബ്രേക്ക് ഉണ്ട്. 6:10 ഊബർഗാബെ, അതായത് ഹാൻഡ് ഓവർ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം
ഒരു 7 മണിയൊക്കെ ആവും ഹാൻഡ് ഓവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്ലീഗയ്ക്ക് ഇറങ്ങാനേ. ഫ്ലീഗ എന്ന് പറയുന്ന സാധനം, അതായത് ഗ്രൂൺ ഫ്ലീഗ എന്നുള്ളത് ആൾട്ടൻഹൈമിലും ഉണ്ട്. ഓൾറെഡി നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു പ്രൈവറ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ ബേസിക് കെയർ എന്നുള്ള കാര്യം. ഗവൺമെന്റിലൊന്നും ബേസിക് കെയർ ഇല്ല. കാരണം റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ തന്നെ പേഷ്യൻറ്റിനെ കുളിപ്പിക്കുന്നത്, നനയ്ക്കുന്നത്, തുടയ്ക്കുന്നതൊക്കെ നമ്മൾ മെഡിസിൻസ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഗവൺമെന്റിൽ പഠിച്ചിരുന്ന പിള്ളേർക്ക് ഇത് കാണുമ്പോഴത്തേനും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാര്യം നമുക്ക് ഈ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് മാത്രമാണെന്ന് തോന്നുന്നു നമ്മൾ പേഷ്യൻസിനും പിന്നെ സ്പഞ്ച് ബാത്തൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടല്ലാതെ പിന്നെ ICUലൊക്കെ ചെയ്യുന്നുണ്ടാവും. ഞാൻ വർക്ക് ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇന്നറയിലായിരുന്നു. ഇന്നറ എന്ന് വെച്ചാൽ മെഡിസിൻ വാർഡിലായിരുന്നു. അപ്പം അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പുതുമ തന്നെയായിരുന്നു. അപ്പം ഇവിടെ ഓൾഡ് ഏജ് ഹോമിലും ഹോസ്പിറ്റലിലും ബേസിക് കെയർ എന്നുള്ള കാര്യം എപ്പോഴും ബേസിക് കെയർ ഉണ്ടാവും, എല്ലാ പേഷ്യൻസിനും ഉണ്ടാവും. അപ്പോൾ രാവിലെ 7 മണിയാകുമ്പോഴത്തേനും ഗ്രൂൺ ഫ്ലീഗ് ബേസിക് കെയർ സ്റ്റാർട്ട് ചെയ്യും. പേഷ്യൻസിന് തുണി അവർക്ക് വൃത്തിയാക്കി കൊടുക്കുക, ഹെൽപ്പ് വേണ്ട പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യുക, അവരെ ബാത്റൂമിലേക്ക് കൊണ്ടാക്കുക, ടോയ്ലറ്റ് ആൻഡ് സ്റ്റൂള്, അതായത് ടോയ്ലറ്റ് ആൻഡ് സ്റ്റൂളുണ്ട്, അത് ആവശ്യമുള്ള പേഷ്യൻസിന് അത് കൊടുക്കുക, ഫിറ്റായിട്ടുള്ള പേഷ്യൻസിൻ്റെ ബെഡൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വിരിച്ചു കൊടുക്കുക, പിന്നെ ബെഡിൻ്റെ സൈഡിലുള്ള ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇതൊക്കെയാണ് ബേസിക് കെയറിൽ വരുന്നത്. പിന്നെ ഓൾഡ് ഏജ് ഹോമിനെക്കാട്ടി വ്യത്യാസമായിട്ട് നമുക്കിവിടെ ഇൻഫ്യൂഷൻസ് ഇടാനുണ്ടാവും, ഇഷ്ടംപോലെ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാവും, പിന്നെ നമുക്ക് സബ്ക്യൂട്ടനസ് ഇഞ്ചക്ഷൻസ് ഉണ്ടാവും, പിന്നെ ഇൻസുലിൻ ഉണ്ടാവും, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ടി ഉണ്ടാവും. പിന്നെ അതിന് പുറമെ ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് ബേസിക് കെയർ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് ഫ്രൂട്ട് സ്റ്റോക്ക് കൊടുക്കുക. അത് നമുക്ക് അതായത് ക്യൂഷേ ഹെൽപ്പർമാരുണ്ടാവും. അവർ പേഷ്യൻസിന് നമ്മുടെ ബേസിക് കെയർ കഴിയുന്നതനുസരിച്ച് അവർ ഇൻഫോം ചെയ്യുക. അവർ പേഷ്യൻസിന് ഫ്രൂട്ട് സ്റ്റോക്ക് കൊടുത്തോളും. പിന്നെ അവർക്ക് ഫ്രൂട്ട് സ്റ്റോക്ക് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പേഷ്യൻറ്റിനെ പോയി ചെന്ന് അവർക്ക് അൺട്രാക്ഷൻ ചെയ്ത് കൊടുക്കുക, പേഷ്യൻറ്റിനെ വാരി കൊടുക്കുക. കാര്യം ബെഡിടാനായിട്ടുള്ള പേഷ്യൻസിന് ഇങ്ങനെ അവർക്ക് ഓൾറെഡി പേഷ്യൻസിന് ഫുഡ് കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സ്റ്റോറുള്ള ഇത് കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അറിയാവും. അപ്പോൾ നമ്മൾ തന്നെയാണ് ആ പേഷ്യൻറ്റിനെ വാരി കൊടുക്കേണ്ടത്, അൺട്രാക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിയുക. അപ്പോൾ ഇൻഫ്യൂഷൻസ് ഒക്കെ ഇട്ടു, പേഷ്യൻസിന് ഫുഡെല്ലാം കൊടുത്തു, പേഷ്യൻ്റെ പൊസിഷൻ എക്സൽ ചെയ്യുക ഒരു 11. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്കിന് പോകും. ബ്രേക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്നുകൂടെ പൊസിഷൻ എക്സൽ ചെയ്യും. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒന്നും ആലോചിച്ച് നിൽക്കാനുള്ള ടൈമേ ഉണ്ടാവില്ല. പേഷ്യൻസിനെ ബ്ലഡ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സിൻ്റെ കൂടെ നിൽക്കുക. റൗണ്ട്സ് കഴിയുമ്പോഴത്തേനും പുതിയ ഓർഡേഴ്സ് വരും, അതൊക്കെ നമ്മൾ ക്യാരി ചെയ്യണം. പിന്നെ പുതിയ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ അവർ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഇവിടെ. പിന്നെ ആൻറ്റിബയോട്ടിക്കിനൊന്നും ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എല്ലാം അവർ ഡോക്ടേഴ്സ് എൻ്റർ ചെയ്യും, നമ്മളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, നമുക്ക് എല്ലാം അതിനകത്തുണ്ടാവും. അത് നോക്കുക, നമ്മളത് പേഷ്യൻസിന് കൊടുക്കുക. ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും മിറ്റാഗസിൻ, അതായത് ലഞ്ച് വരും. പേഷ്യൻസ് ലഞ്ച് ഇതുപോലെ തന്നെ അൺട്രാക്ഷൻ ചെയ്യുക, പൊസിഷൻ എക്സൽ ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാ ആൻറ്റിബയോട്ടിക്കുകളും മിക്കതും നമുക്ക് കുറേയൊക്കെ സിറിഞ്ചിൽ ലോഡ് ചെയ്തിട്ട് കൊടുക്കാനുള്ളതായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, എല്ലാം കംപ്ലീറ്റ് ഇൻഫ്യൂഷനാണ്. എല്ലാം 100 ml NSൽ 100 ml NSലാണ് മിക്കവാറും, അല്ലെങ്കിൽ പിന്നെ 100 ml വാസർ മീൻസ് സ്റ്റെറൈൽ വാട്ടറിൽ പോകുന്ന ഇൻഫ്യൂഷൻസും ഉണ്ട്. പിന്നെ ഒന്നും സിറിഞ്ചിൽ ലോഡ് ചെയ്ത് കൊടുക്കുന്നതില്ല. സിറിഞ്ചിൽ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് മാത്രമായിരിക്കും. അതായത് ഹെപ്പാരിൻ, അപ്പോൾ ഹെപ്പാരിൻ ഇവിടെ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ഇഞ്ചക്ഷൻസ് മാത്രമാണ്. അതും സിറിഞ്ചിൽ ലോഡ് ചെയ്തിട്ട് സബ്ക്യോ കൊടുക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് വെയിനിൽ നമ്മൾ ഇത് സ്പ്യൂലൻ ചെയ്യണതല്ല, അതായത് ഫ്ലഷ് ചെയ്യണതല്ലാതെ വേറെ ഒന്നും നമ്മൾ സിറിഞ്ച് വഴി ലോഡ് ചെയ്ത് നമ്മുടെ ക്യാനില വഴി നമ്മൾ കൊടുക്കുന്നില്ല. എല്ലാം ഇൻഫ്യൂഷൻസ് വഴിയാണ് ഇവിടെ പോകുന്നത്. പിന്നെ ക്യാനിലിടാനുള്ള പെർമിഷൻ നമുക്കിവിടെ ഇല്ല. എല്ലാം ഡോക്ടേഴ്സാണ് ക്യാനിലിടുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റെ ക്യാനിൽ ഔട്ടായി നമുക്ക് ഡോക്ടേഴ്സിനെ വിളിച്ച് ഇൻഫോം ചെയ്യാം. അപ്പോൾ അവർ വന്നിട്ട് ക്യാനിലിടും. അങ്ങനെ ഇതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണി ഒക്കെ ആകുമ്പോഴത്തേനും
പേഷ്യൻസിൻ്റെ കംപ്ലീറ്റ് ഹാൻഡ് ഓവർ നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി ആശ്വാസമുണ്ട്, വലിയ വലിയ ബേർഡനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും ദിവസം എല്ലാം ഓരോ പുതിയ കാര്യങ്ങളാണ്, പുതിയ പേഷ്യൻസ്, പുതിയ കണ്ടീഷൻസ്, പുതിയ കാര്യങ്ങൾ ഒക്കെയാണ്. അപ്പം ആ ഒരു ഓൾഡ് ഏജ് ഹോം ആകുമ്പോഴത്തേനും എല്ലാം കിടക്കുന്ന ഒരേ പേഷ്യൻസ്, ആ പേഷ്യൻസിന് വരുന്ന ബൈസ്റ്റാൻഡേഴ്സൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും. ആ പേഷ്യൻസിൻ്റെ കണ്ടീഷൻസൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതാണ് ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോഴത്തേനും എപ്പോഴും പുതിയ കാര്യങ്ങളാണ്. അപ്പം ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ലാംഗ്വേജ് ഇച്ചിരി സെറ്റപ്പ് ആവാതെ ഹോസ്പിറ്റലിലോട്ട് മാറിയിട്ട് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു നേഴ്സായിട്ട് നമുക്കൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഒരു കാപ്പബിൾ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനാണ്. എനിക്ക് ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നതിലോട്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ല. പിന്നെ എല്ലാവരും വന്ന സമയത്ത് പറയുന്നു ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഓൾഡ് ഏജ് ഹോമാണ് ബെറ്റർ, ലാംഗ്വേജ് നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ആവും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരിക്കലുമല്ല. ഓൾഡ് ഏജ് ഹോമിലുള്ള എല്ലാ ആൾക്കാരും കംപ്ലീറ്റ് ഒരു വാർഡിൽ 35 പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിലൊരു എങ്ങനെ ഒരു 20 പേഷ്യൻസ് എങ്കിലും ഡിമൻസ് ആയിരിക്കും. അവർ പറയുന്ന അവർക്ക് തന്നെ അറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കും. അവരോട് നമുക്ക് സംസാരിച്ചിട്ട് എന്ത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാനാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇത് കേൾക്കുന്ന നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എന്തായാലും അത് മനസ്സിലാവും. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും. നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് മാങ്ങ എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ അതിനകത്ത് എന്ത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാനാണ്. പിന്നെ കൊളീഗൻസ് ഹോസ്പിറ്റലിലും ഉണ്ട്, ഐമിലും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കാര്യങ്ങളെ പറ്റി പഠിക്കുക, വാക്കുകളെ പറ്റി. അതായത് ഓരോ ഇപ്പം സ്പെറ്റ്സ് ചെയ്യുന്നു, സിറിഞ്ചിനെ അങ്ങനെ പറയും, നീഡലിനെ നാഡലെന്ന് പറയും, പിന്നെ ടാബ്ലറ്റ് എന്ന്, അങ്ങനത്തെ വാക്കുകൾ പഠിക്കുക എന്നല്ലാതെ ലാംഗ്വേജിൽ വലിയ ഇമ്പ്രൂവ് ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കല്ല. പക്ഷേ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓറിയൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, ഡിമെൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, ഫിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ്. ലാംഗ്വേജ് നമുക്ക് ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ചോളം എനിക്കിഷ്ടപ്പെട്ടത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനാണ്. നമുക്ക് ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമ്മളെ പഠിച്ച ജോലി ചെയ്യുക എന്നുള്ളൊരു ഫീല് നമുക്കൊരു വരുന്നത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. ലാംഗ്വേജും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാനൊക്കെ പറ്റുന്നത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു ഹോസ്പിറ്റലാണോ ബെറ്റർ ഓൾഡ് ഏജ് ഹോമാണോ ബെറ്റർ? ഞാൻ പറയും ഹോസ്പിറ്റലാണ് ബെറ്റർ എന്ന് പറയും. ഹോസ്പിറ്റലാണ് നമുക്ക് നമ്മൾ പഠിച്ച രീതിയിൽ ഒന്ന് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഹോസ്പിറ്റലിൽ വരുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞതിലപ്പുറം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.